ഹലോ, എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാം നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 10 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ആവി കയറ്റി എടുക്കണം. 10 മിനിറ്റ് കഴിയട്ടെ. ആ സമയം നമ്മൾ അടുപ്പത്തൊരു പാത്രം വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇതിലെ ജലാംശം എല്ലാം വറ്റിച്ച് കളയണം. നല്ലതുപോലെ വൃത്തിയായി കഴുകി തോർത്തി എടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ. എന്നാലും നമുക്കിത് എണ്ണയിലിട്ടൊന്ന് മൊരിച്ചെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആവി കയറ്റി വെച്ച നാരങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് ഉപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം ഉരുക്കി അരിച്ചെടുത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് ഒരു അച്ച് വെള്ളം ഉരുക്കി അരിച്ചെടുത്തതാണ്. ഇത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അതിനുശേഷം നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അത് ഒരു 1/4 കപ്പ് വിനാഗിരിയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.